അവരുടെ ഭക്തിയെയും അവരുടെ ഗുരുവിനോടുള്ള വിശ്വാസത്തെയും വഞ്ചിച്ചവരല്ലേ. അപ്പൊ അവരാണ് റബൽസ്. പിന്നെ ജന്മഗ്രഹം, ഈ എന്താ പറയാ, എല്ലാ മഹാന്മാരുടെയും, അത് വലിയ വലിയ മഹാന്മാർ, അത് എഴുത്തുകാരായാലും ശരി, ആചാര്യന്മാരായാലും ശരി, ആരായാലും ശരി, അവരുടെയൊക്കെ ജനിച്ച ഗ്രഹം അതുപോലെ സൂക്ഷിക്കും. അതെന്തിനാണ് നിങ്ങൾക്ക് പൊളിക്കേണ്ടത്? അപ്പൊ ആ പൊളിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറെ പണപ്പിരിവ്. അപ്പൊ അതെല്ലാം ഗുരുവിന്റെ ആശയത്തിന് ചേർന്ന കാര്യങ്ങളല്ലല്ലോ. അതും റബൽസ് ആണ് ചെയ്യുന്നത്. പിന്നെ സദ്വശരണം. അപ്പം നമ്മുടെ ശാന്തി പ്രസ്ഥാനത്തിൽ വന്ന അപജയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ 3 വർഷക്കാലം മുമ്പ് തൊട്ട് നമ്മളുടെ കാലച്ചുറ്റ വള്ളി പോലെ വന്ന് വീണ ശ്രീകുട്ടി, ശ്രീമതി ആൻറ്റി എന്നിവരുടെ ലൈഫ് ഡിവൈൻ എന്ന് പറഞ്ഞ ചാനലിൽ ഈ അവസാനമായിട്ട് അവർ പുറത്തുവിട്ട അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ റിബൽസിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? റിബൽസ് എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൽ കയറിയിരുന്ന് ഗുരുവിൻ്റെ ഐഡിയോളജി നശിപ്പിക്കുന്നവരാണ് റിബൽ എന്നല്ല പറയുന്നത്. അത് തിരിച്ചു കൊണ്ടുവരണം. ഗുരുവിൻ്റെ ഐഡിയോളജി തിരിച്ച് ആശ്രമത്തിൽ ഗുരുവിൻ്റെ പരമ്പരയിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരെ റിബലുകളായിട്ട് അവർ ചിത്രീകരിച്ചപ്പോൾ നമ്മുടെ ഒരു ആത്മബന്ധു അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഞാനിടാം. അതിനു മുമ്പ് ഇവരുടെ ആ ലാസ്റ്റിൽ വന്ന ആ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ഷോർട്സ് അവർ തന്നെ പുറത്തിറക്കിയേക്കാണ്. അതിൻ്റെ മൊത്തം കണ്ടന്റ് എന്ന് പറഞ്ഞ റിബൽസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവരെപ്പോഴും നമ്മളുടെ വീഡിയോ കാണുന്നില്ല, ഇനി മറുപടി പറയില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അമൃതാചന്യയ്ക്കും ഗുരുരത്നസ്വാമിക്കും വേണ്ടി കൊഴലൂത്ത് നടത്താൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മളുടെ വീഡിയോകൾ, ഇവർ പറയുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞെന്നാണ്. മദ്യക്കേസിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, പ്രതിമേനെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ ആഭരണ സൗധത്തിന് പർണശാല പൊളിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാൻ പോണതിന് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടില്ല. നമ്മൾ ചക്കെന്ന് പറയുമ്പോൾ അവർ കൊക്കെന്ന് പറയും. മനസ്സിലായോ? എന്നിട്ട് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് ഞങ്ങൾ എല്ലാത്തിനും മറുപടി തന്നേന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കും. പുകമറ എന്നുവെച്ചാൽ അതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ 90% വിശ്വാസികൾക്കും ഇവർ പറയുന്ന പൊട്ടത്തരമാണെന്ന് അറിയാം. പക്ഷേ ഇവരുടെ ഈ കോമാളിത്തരം, കാരണം ഇവരുടെ വിഡ്ഢിത്തരം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി അവർ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അവരെ വെറുതെ പൊക്കി വിടുന്നുണ്ട്. കമൻറ്റിലായാലും കൊള്ളാം, നേരിട്ട് വിളിച്ചിട്ടായാലും കൊള്ളാം. കാരണം വെച്ചാൽ ഇവന്മാരെ വിഡ്ഢിത്തരം കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആശ്രമത്തിൻ്റെ അപജയത്തെക്കുറിച്ച് കൂടുതൽ വെളിവാകുന്നത്. കാരണം ഇവർ വീഡിയോ ഇറക്കുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുക, അതിൻ്റെ കറക്റ്റ് വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഓരോ വീഡിയോയിലും. അത് ഒരു കണക്കിന് ഇവർ ചെയ്യുന്ന നല്ല കാര്യമാണ്. കാരണം എന്താ പറയുക, ആശ്രമത്തിൻ്റെ ആ ഒരു വീഴ്ചകൾ ഇവർ അതിന് എന്താ പറയുക പൊതിഞ്ഞ്, ഇപ്പം ജോലിക്കാർക്ക് അവിടെ ശമ്പളം കൊടുക്കാതെ അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ, അതെല്ലാം ജോലിക്കാരെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. മനസ്സിലായേ? ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ വലിഞ്ഞു കയറിയെന്ന് അതെല്ലാം അപജയപ്പെടുത്തിയിട്ട് അതെല്ലാം ആ സ്ഥാപനം എല്ലാം നഷ്ടത്തിൽ വെച്ചിട്ട്, അതുകൂടാതെ സ്ഥാപന ജംഗമങ്ങളെല്ലാം വിറ്റു തുലച്ചിട്ട് സ്വകാര്യപരമായിട്ട് സമ്പാദിച്ചിട്ട് അതെല്ലാം വിശ്വാസ സമൂഹത്തിൻ്റെ കുഴപ്പമാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായി? അതിനെക്കുറിച്ചുള്ള ദീർഘമായിട്ടുള്ള വീഡിയോകൾ ഇനി വരും. ഇപ്പം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ അതൊന്ന് കേൾക്കാം. ആ ഷോർട്സിനെ കുറിച്ചുള്ള കേട്ടിട്ട് ആത്മബന്ധുവിൻ്റെ മറുപടിയിലേക്ക് പോകാം. കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ഇപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സെയിം വൈബ്രേഷനിൽ സംസാരിക്കുന്നതിന് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കൂടാതെ ഞാൻ പറഞ്ഞു, ഇതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പരാതികളും പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു വൈബ്രേഷനിൽ നിൽക്കുന്നത് ആർക്കും നല്ലതല്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും, ഇതേപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരു രസമായിട്ടായിരിക്കും, ഒരു ആത്മസുഖം, ഇങ്ങനെ പരദൂഷണവും കുറ്റവും കുറവും ഒക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമുക്കിതൊരു സുഖമാണ്, മനുഷ്യനൊരു ലഹരിയാണ്, ഒരു രസമാണ്. അതുകൊണ്ടാണ് ആ ഒരു വാസന കൊണ്ടാണ് ഈ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ ചാനലുകളിൽ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ പലരും ഇങ്ങനെ ഗോസിപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പരിഭവങ്ങളും നുണയും കുണ്ടണികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടുള്ള ഒരുപാട് ചാനൽസ് നമ്മൾ കാണാറുണ്ട്. അപ്പം മനുഷ്യരെല്ലാവരും ഒരുപാട് പേരിങ്ങനെ നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്ന സ്ത്രീകളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതുപോലുള്ള പരദൂഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റങ്ങൾ, അതൊരു രസമാണ്, മനുഷ്യൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ രസമാണ്. പക്ഷെ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന വിന എന്താണെന്ന് വെച്ചാൽ,
അതുപോലത്തെ വൈബ്രേഷൻസിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോകും. നമ്മൾ പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് പാടുപെടും. അപ്പോൾ നമ്മൾ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇതേപോലുള്ള നുണയും പരദൂഷണങ്ങളും കുറ്റങ്ങളും ഒന്നും അല്ലാതെ എന്തൊക്കെ കുറ്റങ്ങൾ നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ലോകത്തിൽ എന്തൊക്കെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടോ, അതൊരു പ്രത്യേക തരത്തിലുള്ള താഴ്ന്ന വൈബ്രേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഉയരാനുള്ള ഒരു പരിശ്രമമാണ്. അതൊന്ന് ഉയർന്ന ഒരു ബോധപൂർവ്വം ഉണർന്ന ഒരു കാഴ്ചപ്പാടുണ്ടാക്കി ഒരു സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, ശാന്തിയുടെ ഒരു രംഗത്തിരുന്ന് നമ്മൾ വൈബ്രേഷൻ ഉയർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവാക്കി നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ ജീവിച്ച് നമ്മുടെ സത്യത്തിലേക്ക് പരിണമിക്കുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ. ഇത്തരം ഗോസിപ്പുകളും നുണയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആധ്യാത്മിക രംഗത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കേട്ടില്ലേ? ശ്രീത്തിന് ഇപ്പോഴും മനസ്സിലായെന്ന് വെച്ചാൽ ഇതെന്തോ വ്യക്തിപരമായ കുറ്റം പറച്ചിലാണെന്നും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ കയറി ഇരുന്ന് കാണിക്കുന്ന വൃത്തികേടുകളെ പൊതു വിശ്വാസ സമൂഹത്തിനോടും പൊതുജനങ്ങളോടും നമ്മൾ പറയണം, വേണ്ടേ? അത് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, രേഖാമൂലം പറയണതാണ്. അല്ലാതെ അമൃതജൻ്റെ ദർശനത്തിൽ കിട്ടി, എൻ്റെ ദർശനം ആരും സംശയിക്കാൻ പാടില്ല, എല്ലാവരും ഞാൻ പറയണം വിശ്വസിക്കണം എന്ന് പറയും പോലെയല്ല. അത് തന്നെയല്ല എൻ്റെ പേരിൽ ഒരു കേസുകളും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമൃതജൻ്റെ ബൈലോ എഴുതി വെച്ചേക്കണ പോലെയല്ല. ഇവർ ഒരുപാട് കാര്യങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദർശനങ്ങളുടെ മറവിലും ഈ പറയുന്ന ബൈലോയുടെ മറവിലും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇവർക്കറിയാം ഇവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, ഇവർ കള്ളദർശനമാണ് ചെയ്യുന്നത് എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവർ ദർശനത്തെ സംശയിക്കുന്നതെന്ന് പറയുന്നത്. ഒരാൾ സംശയിക്കാൻ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ബൈലോയിൽ എൻ്റെ പേരിൽ ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ പാടില്ല. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തിനാണ് ഒരു വാട്സ് എഴുതുന്നത്? അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ട്. ഗുരുവിൻ്റെ ബൈലോയിൽ, യഥാർത്ഥ ബൈലോയിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ ഞങ്ങൾ കാണിക്കും, പക്ഷെ ഞങ്ങളുടെ പേരിൽ ഒരു നിയമ നടപടിയും വരാൻ പാടില്ല എന്ന് ഇവർ സ്വന്തമായിട്ട് ഇവരുടെ ബൈലോയിൽ എഴുതി വെച്ചിട്ട് അത് ജില്ലാ രജിസ്ട്രാറിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ പാസ്സാക്കിച്ചേക്കണേ. കാരണം പണം കൊടുത്താൽ എന്ത് നടക്കുമെന്നുള്ള സ്ഥലത്ത് അത് നശിപ്പിക്കാം, രേഖകൾ നശിപ്പിച്ചതും അതുപോലെ ആയിരിക്കാം. കാരണം ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാനുള്ളൊരു ബാധ്യത ജില്ലാ രജിസ്ട്രാർക്ക് വേണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ശ്രീജിത്തിൻ്റെ വീട്ടിലെ അടുക്കളക്കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ വലിഞ്ഞു കയറിയിരുന്ന് അത് അപജയപ്പെടുത്തുന്നത്, നശിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെ അല്ലെന്ന് പറയാനായിട്ട് ശ്രീജിത്തിന് എന്താ അധികാരം? മനസ്സിലായോ? ഈ സത്യവും സ്നേഹവും ദയവും കാരുണ്യവും ഒന്നും കാണിക്കാത്തവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഈ ശ്രീജിത്ത് പറയണതൊക്കെ ശ്രീജിത്താണ് ആദ്യം പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ റിബൽസ് എന്ന് പറയുന്ന ആ വീഡിയോയിലെ തമ്പനയിൽ തന്നെ കൊടുത്തിരിക്കുന്ന റിബൽസ്, യഥാർത്ഥത്തിൽ റിബൽസ് ആരാണ്? ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് റിബൽസ്. അപ്പോൾ അമൃതാജിൻ്റെയും ഗുരുരത്നസ്വാമി അങ്ങനെയാണ് തുടങ്ങുകയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അവരുടെ കിങ്കരന്മാരുമാണ് യഥാർത്ഥത്തിൽ റിബൽസ്. ഒന്നാമത്തെ റിബൽസ് എന്ന് പറയുന്നത് അമൃതാജിൻ്റെയാണ്. മനസ്സിലായോ? കാരണം ഗുരുവിനെ അപ്രസക്തമാക്കി അവർ ആ സ്ഥാനത്ത് വന്നിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു കുടിലതയാണ്. അപ്പോൾ അവരാണ് നമ്പർ 1 റിബൽസ്. അപ്പോൾ ഞാൻ ആ ആത്മബന്ധുവിൻ്റെ വോയിസ് ഇടാം, അതും കൂടി ഒന്ന് കേൾക്കുക. ഗുരുവേ ശരണം. ഇടയ്ക്ക് ആശയുടെയും ശ്രീജിത്തിൻ്റെയും ഒരു വീഡിയോ കാണാനിടയായി. അതിൻ്റെ തംബ്നെയിലാണ് എന്നെ ഇന്നിവിടെ ഇത് പറയാൻ പ്രേരിപ്പിച്ച ഒരു കാരണം. റബൽസ് വിശ്വാസികൾ, അതായിരുന്നു നിങ്ങളുടെ തംബ്നെയിൽ. റബൽസ് വിശ്വാസികൾ ആരാണ്? ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയത്തെയും ആശ്രമത്തെയും തെറ്റായ രീതിയിൽ കൂടി നടത്തിക്കൊണ്ടുപോകുന്നവരായിരിക്കില്ലേ റബൽസ്? ദാറ്റ് ഈസ് യു ആൻഡ് യുവർ ശിഷ്യ പൂജിത എന്ന് പറയുന്ന ആ ടീം ആണ് യഥാർത്ഥ റബൽസ്. ഒരു ബൈലോ എഴുതി വെച്ചിരുന്നു. ആ ബൈലോ ഒരിക്കലും തിരുത്താൻ പാടില്ല എന്നാണ്. ബൈലോയിൽ ഉള്ള അനുസരിച്ചാണോ ആശ്രമം ഇപ്പൊ നടക്കുന്നത്? അപ്പൊ ഇവിടെ റബൽസ് ആരാണ്? ഞാൻ നിങ്ങളുടെ ഗുരുവിന്റെ കാര്യമല്ല പറയുന്ന, എന്റെ ഗുരുവിന്റെ, ഞങ്ങളുടെ ഗുരുവിന്റെ, ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ. അപ്പം ഗുരുവിന്റെ ബൈലോ തിരുത്തിയവര് റബൽസ്. അത് മനസ്സിലാക്കണം. അതുപോലെ ഗുരുവാണി ഒരു ദൈവത്തിന്റെയും ഒരു ആചാര്യന്മാരുടെയും, അതായത് നബിയായാലും യേശു ആയാലും കൃഷ്ണനായാലും പിന്നെ ശ്രീനാരായണ ഗുരുവായാലും ആരുടെയും ഓൺ വോയിസിൽ ഒരു ഗുരുവാണി കേൾക്കാൻ പറ്റില്ല. പക്ഷെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ, നമ്മുടെ ഗുരുവിന്റെ, എന്റെ ഗുരുവിന്റെ, അല്ലെങ്കിൽ ഗുരു ഉണ്ടാക്കിയ പരമ്പരയുടെ ഗുരുവായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ ഓൺ വോയിസിലുള്ള ഗുരുവാണികളുള്ളപ്പോൾ എന്തിന് കൃത്രിമ ഗുരുവാണികൾ ഉണ്ടാക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു? അപ്പൊ ആ കൃത്രിമ ഗുരുവാണി ഉണ്ടാക്കുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നവരാണ് റബൽസ്. പിന്നെ ഗുരു ചേർത്ത് പിടിച്ചിരുന്ന ഒരുപാട് ഗുരുവിന്റെ ഫോട്ടോസ് ഉണ്ട്. ഗുരു ചേർത്ത് പിടിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് ഫോട്ടോസുകളിൽ.
അവരൊക്കെ ഇന്ന് ഇവിടെ പോയി? അവരെയൊക്കെ ഗൂണ്ടായുസം കാണിച്ച് അവരെയൊക്കെ ഓടിച്ചു വിട്ടില്ലേ? അതാരാ ചെയ്തത്? ഗുരുവിനെതിരെ പ്രവർത്തിച്ചവര്. അവര് റബൽസ്, അതായത് ആശ്രമത്തിൽ നിന്ന് അവരെ ഓടിച്ച് പലായനം ചെയ്യിപ്പിച്ച് കളഞ്ഞവര്, അവരാണ് റബൽസ്. പിന്നെ ഗുരുവിന്റെ നല്ല നല്ല എത്ര ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോകളിൽ ഒന്ന് നോക്കി തൊഴുമ്പം കിട്ടുന്ന അനുഭൂതി, ഗുരുവിനെ കണ്ടിട്ടില്ലാത്തയോ ആരെയൊക്കെ കൊണ്ട് വരപ്പിച്ച ഒരു ചിത്രം കോമാളിത്തരം കാണിച്ചു വെക്കുന്നത് ഗുരുവിനെതിരെ പ്രവർത്തിക്കുന്നവരല്ലേ? അപ്പൊ അവരല്ലേ റബൽസ്? അവരാണ് റബൽസ്. പിന്നെ ഗുരുവിന്റെ ആശയം കംപ്ലീറ്റ് തെറ്റിച്ച് ആണ് ആശ്രമം നടത്തുന്നത്. ഗുരുവിന്റെ ആശയമായാലും ഗുരു പറഞ്ഞു തന്നിട്ടുള്ള ഗുരുവാണികളൊന്നും കേൾക്കില്ലല്ലോ. അതൊക്കെ എന്തോ പൈശാചികം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതെല്ലാം ആരാണ്? റബൽസ്. അതായത് ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാർ അതിനകത്ത് നിൽക്കുന്നവര്, മനസ്സിലായ? അവരാണ് റബൽസ്. പിന്നെ ഗുരുവിന് പകരം ഒരു ഗുരുവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ശിഷ്യപൂജിത എന്നുപോലും ഉള്ള ഒരു സ്ഥാനം ഒരു സ്ത്രീക്കും ആ ആശ്രമത്തിൽ പാടില്ല എന്നാണ് ഗുരു പറഞ്ഞത്. അതൊക്കെ കേൾക്കണം, മനസ്സിലാക്കണം, ഗുരുവിന്റെ ഓൺ വോയിസിൽ കേട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പുതിയൊരു ഗുരുവിനെ കൊണ്ടുവരുന്നത്, ഇത്രയും കാലമുള്ള ഒരു ആചാര്യന്മാരുടെ ആയാലും യേശുവിന് പകരം ഒരു യേശുവില്ല, നബിക്ക് പകരം ഒരു നബിയില്ല, ഈവൻ ശ്രീനാരായണ ഗുരുവിന് പകരം ഒരു ഗുരുവില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ മാത്രം എന്തോ പുതിയൊരു ഗുരു? അത് എന്ത് ബിസിനസ്സാണ്? 33 കോടി ദേവീദേവന്മാരെ ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഗുരുവിനെ ഒരുപാട് എണ്ണത്തിനെ ഉണ്ടാക്കുന്ന എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അതും റബൽസാണ്. പിന്നെ സന്യാസിമാരായാലും സന്യാസിനിമാരായാലും പരമ്പരയിലുള്ളവര്, അവിടെ ഭക്തജനങ്ങൾ വന്ന് അവരെ നികൃഷ്ട ജീവികളായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിന് നല്ല കനം വേണം. പോക്കറ്റിന് കനം ഉണ്ടെങ്കിൽ അവർ നല്ല ഇതുപോലെ സ്വീകരിക്കും, മാന്യത കൊടുക്കും. ഇല്ലാത്തവരുടെ എല്ലാം പിടിച്ചു പറിക്കും. അതിനി വലിയവനായാലും ചെറിയവനായാലും പിടിച്ചു പറിക്കും. അങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഗുരു പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് റബൽസ് അല്ലേ? തീർച്ചയായിട്ടും. പരമ്പരയെ എത്രയോ പരമ്പരകളെ പറ്റിച്ച് ലക്ഷക്കണക്കിന് വസ്തുക്കള്, ഇപ്പം ഗുരുവിന്റെ വിഗ്രഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ഗുരുവിന്റെ വിഗ്രഹത്തിന് വേണ്ടി കളക്ട് ചെയ്ത സ്വർണം എല്ലാം കൂടി ഒരു ട്രങ്കിനകത്താക്കിയാണ് പണയം വയ്ക്കാൻ ആദ്യം കൊണ്ടുപോയത്. അപ്പം ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഗുരുവിന്റെ വിഗ്രഹം പണിയാൻ പറയുമായിരുന്നു. ഗുരു ഭൗതിക ശരീരത്തിൽ ഇരുന്നപ്പോൾ ഇത്രയും സ്വർണം വേണോ വേണ്ടയോ എന്ന് തിരക്കി അറിഞ്ഞിട്ട് ഇത്രമാത്രം സ്വർണം മതിയെന്ന് പറഞ്ഞല്ലേ സ്വർണം കളക്ട് ചെയ്യൂ, അല്ലാതെ പിടിച്ചു പറിക്കൂ. അപ്പൊ എന്തുമാത്രം സ്വർണം അവിടെ പിടിച്ചു പറിച്ചു പരമ്പരയിൽ നിന്ന്. അതൊരു ഗുണ്ടായുസം പോലെയല്ലേ? ആ ജനങ്ങളുടെ പരമ്പരയുടെ ഭക്തിയെയും അവരുടെ ഗുരുവിനോടുള്ള വിശ്വാസത്തെയും വഞ്ചിച്ചവരല്ലേ? അപ്പൊ അവരാണ് റബൽസ്. പിന്നെ ജന്മഗ്രഹം, എന്താ പറയുക, എല്ലാ മഹാന്മാരുടെയും, അത് വലിയ വലിയ മഹാന്മാർ, അത് എഴുത്തുകാരായാലും ശരി, ആചാര്യന്മാരായാലും ശരി, ആരായാലും ശരി, അവരുടെയൊക്കെ ജനിച്ച ഗ്രഹം അതുപോലെ സൂക്ഷിക്കും. അതെന്തിനാ നിങ്ങൾക്ക് പൊളിക്കേണ്ടത്? അപ്പൊ ആ പൊളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറെ പണപ്പിരിവ്. അപ്പൊ അതെല്ലാം ഗുരുവിന്റെ ആശയത്തിന് ചേർന്ന കാര്യങ്ങളല്ലല്ലോ. അതും റബൽസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും റബൽസ് എന്ന് പറഞ്ഞൊരു ഇതിടുമ്പോൾ ഓർക്കണം, നിങ്ങളാണ് യഥാർത്ഥ റബൽസ് ആൻഡ് യു ആർ പാർട്ട് ഓഫ് ദം. ഓക്കെ, സദ്ഗുരുവേ ശരണം.